കത്തനാർ. ആട് 3 ശേഷം ഈ വർഷം വരാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ജയസൂര്യ പടമാണ് കത്തനാർ. ഏറ്റവും വലിയ ജയസൂര്യ പടം എന്ന് മാത്രമല്ല, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയോട് തന്നെ വലിയ പടമാണ്. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ വേൾഡ് പടം. നല്ല ബഡ്ജറ്റ് ഇറക്കിയ സിനിമയാണ്. അതിന്റെ ക്വാളിറ്റി പടത്തിന്റെ മുന്നേ വന്നിട്ടുള്ള അപ്ഡേറ്റ്സിലും ടീസറിലും ഒക്കെ കാണാനുണ്ട്. ഇതിന്റെ ഈ പോസ്റ്റേഴ്സ് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി ഏത് ലെവലാണ്. നാളെ കത്തനാർ സിനിമയുടെ ഭാഗത്ത് നിന്ന് പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും വരുന്നുണ്ട്. കത്തനാർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ 1:31 പുറത്തുവിടും. ആട് 3 ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം തിയേറ്ററിലെത്തിയ ഒരു ജയസൂര്യ സിനിമയായിരുന്നു ആട് 3. ആടുമായിട്ടുള്ള പാപ്പന്റെ വരവ് എന്തായാലും വെറുതെ ആവില്ലല്ലോ. ബോക്സ് ഓഫീസിൽ പടം വലിയൊരു സക്സസ് ആണ്. പടം റിലീസായിട്ട് ഇപ്പോ 2 ആഴ്ച ആവുമ്പോ ആടിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ആട് 3 റിലീസായിട്ട് ഇപ്പോ 11 ദിവസം കഴിയുന്നു. പടം 11 ദിവസം കൊണ്ട് നേടിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 112 കോടിയാണ്. പിന്നെ പടം ഇപ്പോഴും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഫൈനലിൽ നല്ലൊരു നമ്പർ വീഴും. ദുരന്തർ 2 മാർച്ച് 19 റിലീസിനെത്തിയ ബോളിവുഡ് സിനിമയായിരുന്നു രൺവീറിന്റെ ദുരന്തർ 2. ഈ സിനിമയും ഇപ്പോ വലിയൊരു ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ പടം റിലീസായി 11 ദിവസം ആകുമ്പോ ദുരന്തർ പാർട്ട് 1ന്റെ ലൈഫ് ടൈം കളക്ഷൻ ബ്രേക്ക് ചെയ്തു. ദുരന്തർ 2 ഇതുവരെ നേടിയിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 1365 കോടിയാണ്. ഇതിൽ 1023 കോടി ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയതാണ്. പിന്നെ ഒരു കാര്യം, കേരളത്തിൽ ഇവിടെ ആട് 3 ഉണ്ടായിട്ടും ദുരന്തർ 2 16 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ഇപ്പോ കേരളത്തിലെ ബോളിവുഡ് ഇൻഡസ്ട്രിയുമായി പ്രതിച്ഛായ ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്ത് നിവിൻ പോളിയുടെ ലീഡിലെത്തിയ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരുന്നു പ്രതിച്ഛായ. നല്ലൊരു ക്വാളിറ്റി പടം ആയിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ സർവൈവ് ചെയ്യുന്ന കാര്യം കുറച്ച് കഷ്ടമാണ്. പടം റിലീസായി ഇപ്പോ 4 ദിവസം കഴിയുമ്പോൾ ഇതുവരെ നേടിയിട്ടുള്ള ആകെ കളക്ഷൻ എന്ന് പറയുന്നത് 5 കോടിക്കടുത്ത് മാത്രമാണ്. നിവിൻ പോളിയുടെ കരിയറിൽ ഏറ്റവും വലിയ സക്സസിന് ശേഷം വന്ന 2ാമത്തെ സിനിമയുടെ ബോക്സ് ഓഫീസ് ഗ്രാഫും താഴോട്ടാണ്. രാമായണ രൺബീർ കപൂർ, യാഷ്, സായി പല്ലവി ഇവരുടെ ലീഡിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് പടമാണ് രാമായണം. 2 പാർട്ടായിട്ടാണ് രാമായണം വരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് 2026 ദീപാവലി റിലീസിനെത്തും, അതായത് ഈ വർഷം എത്തും. ഇപ്പോ രാമായണ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ഗ്ലിംസ് വരാൻ പോവാണ്. രാമ എന്നാണ് പേര്. 2 മിനിറ്റും 38 സെക്കൻഡുമാണ് ഡ്യൂറേഷൻ. ഏപ്രിൽ 2 ഗ്ലിംസ് പുറത്തുവിടും. AA22 അല്ലു അർജുനെ നായകനാക്കി ആഡ്ലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് AA22. ഇത് അല്ലു അർജുന്റെയും ആഡ്ലിയുടെയും കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയാണ്. ഏതാണ്ട് 700 കോടിക്ക് അടുത്താണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് വരുന്നത്. അല്ലു അർജുൻ മൾട്ടിപ്പിൾ റോളിൽ വരുന്ന ഒരു സയൻസ് ഫിക്ഷൻ ഫ്യൂച്ചറിസ്റ്റിക് ഫാന്റസി പടമാണ് ഈ പടം. ഇപ്പോ AA22 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യാൻ പോവാണ്. ഈ ഏപ്രിൽ 8 AA22 സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്യും. AA24 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന അല്ലു അർജുന്റെ AA23 ശേഷം വരാൻ പോകുന്ന AA24 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടം സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് ആണ്. അപ്ഡേറ്റ് ഇപ്പോ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ബേസിൽ ജോസഫ് അടുത്തായി ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ഒരു അല്ലു അർജുൻ സിനിമ ആയിരിക്കും. ഈ പ്രോജക്ട് സംഭവിച്ചാൽ അല്ലു അർജുനെ നമുക്ക് വേണ്ട രീതിയിൽ കിടുക്കായിട്ട് പുള്ളി പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കൽക്കി 2 കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ 2ാം ഭാഗമായി വരാൻ പോകുന്ന സിനിമയാണ് കൽക്കി 2. പടത്തിന്റെ ഷൂട്ട് ഇപ്പോ ആരംഭിച്ചു കഴിഞ്ഞു. പ്രഭാസ് ഒഴികെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോ ഷൂട്ട് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോ എത്തിയിട്ടുണ്ട്. കൽക്കിയിൽ, അതായത് പാർട്ട് 1 കൽക്കിയിൽ ഒരു ചെറിയ ക്യാമിയ റോളില് നമ്മുടെ DQ ഉണ്ടായിരുന്നു. പാർട്ട് 1ൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു DQവിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നാൽ ആ ക്യാരക്ടറിനെ പാർട്ട് 2ൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. കൽക്കി 2ൽ ഇപ്പോ ദുൽഖർ സൽമാൻ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് നേരത്തെ വന്ന റൂമർ ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. കൽക്കി 2ൽ DQ ഉണ്ട്. ബെൻസ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി ഈ വർഷം റിലീസിനെത്താൻ പോകുന്ന സിനിമയാണ് ബെൻസ്. ലോറൻസ് മാസ്റ്റർ, നിവിൻ പോളി, ആർ മാധവൻ, ജയൻ രവി ഇവരെല്ലാം ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇവരെ കൂടാതെ പിന്നെ LCU ക്യാരക്ടേഴ്സും. ഇപ്പൊ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ഈ പടം വിക്രം കൈദി സിനിമകളുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. അത് ഓൾറെഡി അവർ തന്നെ കൺഫേം ചെയ്തൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ലിസ്റ്റിലെ ഇല്ലാത്തൊരു സിനിമയായിട്ടും ഇത് കണക്റ്റഡ് ആണ്. അതാണ് ലിയോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്, പക്ഷെ സംഭവം ഉള്ളതാണ്. ഇപ്പോ നെപ്പോളിയൻ എന്ന ക്യാരക്ടർ ബെൻസിലുണ്ട്, അത് പുള്ളി എല്ലാത്തിലും ഉണ്ട്. അപ്പൊ കൈദിയുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് പോവാം. എന്നാൽ വേറൊരാൾ, അതായത് ലിയോയുടെ വേൾഡിൽ നിന്ന് ഒരാൾ ഇപ്പോ ബെൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ലിയോയിലെ ഹൃദയരാജ് ഡിസൂസ് എന്ന മൻസൂർ അലി ഖാൻ ആണ്.
പുള്ളി ബെൻസിന്റെ ഷൂട്ടിൽ ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബെൻസ് LCL വരുന്ന ഒരു സിനിമ ആയതുകൊണ്ടും ഡിസൂസ ഓൾറെഡി ലിയോയിൽ ഉള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടും ലിയോയുടെ വേൾഡിൽ നിന്നുള്ള ഒരു ലീഡായിട്ടാവും പുള്ളി വരുന്നത്. അപ്പോ ലിയോ ആരാധകർക്കും ബെൻസിൽ ഒരു സ്പേസ് ഉണ്ട്, വന്നാൽ നൈസായിരിക്കും. അപ്പോ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഓക്കെ ബൈ.